ഞങ്ങൾക്ക് പരാതി നൽകിയത്. ഇവളുടെ അച്ഛൻ മാധവൻ സാറിനെ കൊന്നത് നീയാണെന്ന്. എന്താ ഇവളെ കൊണ്ട് നീ സത്യം പറയിപ്പിക്കുന്നുണ്ടോ? നീ ഇവളെ കല്യാണം കഴിച്ചെന്ന് കരുതി മാധവനോട് നീ കാണിച്ച തെറ്റ് ഇവളെ മറക്കൂന്ന് കരുതിയോ? ഒരിക്കലുമില്ല. ഇവളൊരു സത്യസന്ധയായ പോലീസുകാരിയാണ്. ഒരു കൊലയാളിയെ, പ്രത്യേകിച്ച് മാധവൻ സാറിനെ പോലെ സത്യസന്ധനായ ഒരു പോലീസുകാരന്റെ കൊലയാളിയെ രക്ഷപ്പെടാൻ ഇവളോ ഈ ഡിപ്പാർട്ട്മെന്റോ സമ്മതിക്കില്ല. ഇവളുടെ കഴുത്തില് ഒരു താലിയും കെട്ടി വയറ്റിലുണ്ടാക്കിയ നീ ചെയ്ത എല്ലാ ചെറ്റത്തരവും ഇവള് മറയ്ക്കുമെന്ന് നീ കരുതിയല്ലേ? അവിടെയാ നിനക്ക് തെറ്റിയത്. ഇവൾക്ക് ഇവളുടെ അച്ഛൻ തന്നെയാ വലുത്. ചെയ്ത തെറ്റിന് ഗിരിയേട്ടൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. മോളെ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ അച്ഛന്റെ ബോഡി മാറ്റി ആക്സിഡന്റ് സംഭവിച്ചാണ് അദ്ദേഹം മരിച്ചെന്ന തരത്തിൽ വരുത്തി തീർത്തില്ലേ? അതൊരു തെറ്റല്ലെന്നാണോ ഗിരിയേട്ടൻ പറയുന്നത്? ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പക്ഷെ നിന്റെ അച്ഛനെ ഞാനാണ് കൊന്നതെന്ന് കരുതി എന്നെ നീ വെറുക്കരുത്. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. ഗിരിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. ഒരേ ഒരു ചോദ്യത്തിന് ഗിരിയേട്ടൻ കോടതിയിൽ വന്ന് ഉത്തരം നൽകിയാൽ മതി. ആർക്ക് വേണ്ടിയാ ഗിരിയേട്ടൻ ഇതെല്ലാം ചെയ്തതെന്ന്? എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഗിരിയേട്ടൻ അത് കോടതിയിൽ പറഞ്ഞും മാപ്പ് സാക്ഷിയാകണം. അതോടെ ഗിരിയേട്ടന് ശിക്ഷയിൽ ഇളവ് കിട്ടും. എന്റെ അച്ഛനെ കൊന്ന ആൾക്ക് ശിക്ഷയും കിട്ടും. ഗോപാലൻ എന്റെ അച്ഛനെ കൊന്നിട്ടും ഗിരിയേട്ടൻ അയാളെ പിന്തുണയ്ക്കുക. ജയിലിൽ പോവേണ്ട അവസ്ഥ വന്നാലും ഗോപാലിനെ ഗിരിയേട്ടൻ ഒറ്റില്ലല്ലേ? ഇപ്പൊ ഗിരിയേട്ടന്റെ നിലപാട് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും ഗിരിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നോക്കി നിൽക്കാതെ വിലങ്ങ് വെച്ച് വണ്ടി കേട്ടിടി ഇവനെ. ഇങ്ങോട്ട്